السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ऐतिहासिक सैयद मदनी कुतुबुज़्ज़मान सैयद मोहम्मद शरीफुल मदनी തങ്ങളുടെ 430 ಜಂಡಾ ಮತ್ತೆ 20 ಜಂಡಾ ಮತ್ತೆ ಪಂಚವಾರ್ಷಿಕ ಉರುಸ್ ಕಾರ್ಯಕ್ರಮ ನಡೆದೋಂಡಿರುವ ನಡಲು ಸೈಯದ್ ಮದನಿ ಕಾಲೇಜ್ ಆಫ್ ಸೈನ್ಸ್ ಈ ವಿದ್ಯಾರ್ಥಿಮಾರೇ ಕಾನ್ಫರೆನ್ಸ್ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆಯಲ್ಲಿರುವ ಸೈಯದ್ ಮದನಿ ದರ್ಗತೆ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಸಿಹಾಬುದ್ದೀನ್ ಸಕಾಫ್ ಉಸ್ತಾದ್ അതേപോലെ വൈസ് പ്രസിഡന്റ് അഷ്റഫ് റൈറ്റ് വേ ഖജാൻജി നാസിം അതേപോലെ ബഹുമാനപ്പെട്ട ദർഗാ സമിതി സദസ്യ സിയാദ് തങ്ങൾ അതേപോലെ സെക്രട്ടറി മുസ്തഫ മദൻ നഗര ഈ കോളേജിലെ പ്രൊഫസർ ഉസ്താദ് ഇബ്രാഹിം ഹസനി അതേപോലെ ദഅവ കോളേജിലെ ഇനൂർ പ്രൊഫസർ ഉസ്താദ് നജീം നൂറാനി നുഹ്മാൻ നൂറാനി ഇഫ്ലുൽ ഖുർആൻ കോളേജിലെ പ്രൊഫസർ ജമാൽ മദനി അതേപോലെ സിനാൻ മദനി ഉസ്താദ് തിരുസത്തെ എതിർലുള്ള എല്ലാ ദഅവ കോളേജിലെ വിദ്യാർത്ഥിമാർ അതേപോലെ പോഷകന്മാർ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ അല്ലാഹു തആലക്ക് എത്ര ശുക്ർ ചെയ്യെങ്കിലും യാവല 2010 യുഎസ് ഹംസ ഹാജി ഈ ജമാഅത്തിന് നേതൃത്വം വഹിച്ചപ്പോൾ ആ കമ്മിറ്റി രംഗ കൂടിയിട്ട് ഫസ്റ്റ് തുടങ്ങിയ കോളേജ് സയ്യദ് മദനി ദഅവ കോളേജ് അത് 5 വർഷം പൂർത്തിയാകുമ്പോൾ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ആ മക്കയുണ്ട് ഹൈക്കോർട്ടിലു ലോയർ ആയിട്ടും വേറെ കോളേജില് പ്രൊഫസർ ആയിട്ടും ഒരു സ്ഥാപനമേ നടുബാട്ടു അതിരെ പ്രിൻസിപ്പാൽ ആയിട്ടും ഉള്ള വിഷയം ഞങ്ങൾക്കെല്ലാം ഗൊంతులేదు. Hi, I'm Dr. Harish Ravi Warrior, hailing from the land of Ayurveda with a rich legacy of 3 generations in this. ಈ ಕಾಲೇಜ್ ಕೊಂಡುತ್ತು ನಂಗೆ ಎಂದರ ಲಾಭ ಉಂಡು ഇതിൽ ഇൻകമിംഗ് ഇല്ല ഇതിൽ ഔട്ട് ഗോയിങ് ഉണ്ട് മാത്രം ചില ആൾമാർക്ക് നാ ചൊല്ലൊക്കെ ഇഷ്ടപ്പെട്ട ഇൽമുര കേന്ദ്ര ഇത് കമേഴ്ഷ്യൽ കച്ചവടമല്ല ഇത് ബിസിനസ് അല്ല ഇത് ഞങ്ങളെ ജവാബ്ദാരി മദനി തങ്ങളെ ദർബാറില് പവിത്രമായ ഈ മണ്ണില് 66 വർഷಗಳ കാല താജുൽ ഉലമാ ഖദ്ദസ റൂഹുൽ അസീസ് ഇൽമുര കേന്ദ്ര ഉണ്ടാക്കിയിട്ട് ഇടീ ഞങ്ങളെ കർണാടകം കേരള ಇನ್ನಿತರ ರಾಜ್ಯಕ್ಕೆ ಇಸ್ಲಾಮರ ಪ್ರಬರ ಬೀರಿಸಿರೆ ಉಲಮಾ ನೇತೃತ್ವದ ഉണ്ടാക്കിയിട്ട് അത് ഈ മണ്ണിലൈത്തിക്കറ് ഇത് പവിത്രമായ മണ്ണൈത്തിക്കറ് ഞങ്ങ ഈ മണ്ണിരെ കേരളസ് ആക്കിയിട്ട് തമാശ ആക്കിയിട്ട് ഞങ്ങളെ ഇൻകം സോഴ്സ് മാത്രം ആക്കോ ಬರ್ತಾಯಿണ്ടെങ്കിൽ ഇത് ദുനിയാവിലും ആഖിറത്തിലും വർക്കും അല്ലാഹു സുബ്ഹാനഹു പൊരുത്തപ്പെടുന്നതല്ല. 2023 മാർച്ച് 8 താരീഖിക്ക് മഹാനായ ഖുർറത്ത് സാദാത്ത് കൂറ തങ്ങൾ നേതൃത്വത്തില് ഈ കമ്മിറ്റി അധികാരത്തിൽ വന്നപ്പോ അൽഹംദുലില്ലാ തങ്ങൾ നേതൃത്വത്തിലും ഇന്ത്യയിലെ ഖാസി ഉള്ളാല ഖാസി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമാ എപി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിന്റെ നിർദ്ദേശന പ്രകാരം സയ്യദ് മദനി ദഅവ കോളേജും സയ്യദ് മദനി ഫുൽ ഖുർആൻ കോളേജ് രണ്ടാമത്തെ ഓപ്പൺ ആയിട്ട് അൽഹംദുലില്ലാ എതിർലുള്ള മക്കും ആ വിദ്യാർത്ഥിമാർ 200 ചില്ലര വിദ്യാർത്ഥിമാരുള്ള ഈ വർഷത്തെ അഡ്മിഷൻ ഈ ഫുൽ ഖുർആൻ കോളേജിക്ക് മാത്രം 60 വിദ്യാർത്ഥിമാർ വന്നാറ്.
ഇത് എല്ലാം വന്നിട്ട് ഇൽമു പഠിക്കുകയാണ്. ഈ 2 വർഷത്തില് ഊടെ ആയ ഡെവലപ്മെന്റ് എന്തിരെ കണ്ണ് കൊണ്ടുത്തു ഹൃദയ ബിച്ചിട്ട് നോക്കൂ ഇത് എന്ത് ഡെവലപ്മെന്റ് ഇവിടെ ഈ മക്കൾക്ക് ഇൽമു പഠിക്കുക സൗകര്യ ആവശ്യകത മഹാനായ ഉല്ലാല ഖാസി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഖാസി സ്വീകാര സമാരംഭത്തില് അങ്ക് ഒരു നല്ല സുസജ്ജിതമായ പഠിക്കുക തക്കಂತೆ പുതിയ ടെക്നോളജി ഉള്ളേ ഒരു ബിൽഡിംഗ് കുട്ടിച്ചപ്പ 5-6 തിങ്കൾ പൂർത്തിയാവുന്ന മുതലു അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഈ ബർക്കത്തായ ഈ മണ്ണില് ഈ ബിൽഡിംഗ് ഇൻഷാ അല്ലാഹ് 6ാമത്തെ ഫ്ലോർ ആയിട്ട് ഞങ്ങളെ മുട്ടത്തിൽ കാണുന്ന ബിൽഡിംഗ് 6ാമത്തെ ഫ്ലോർ ആയിട്ട് ಎಂದೈತೆ ಔಟ್ ಗೋಯಿಂಗ ಇನ್ಕಮಿಂಗ ಚಿಂತನ ಹಾಕೋರು ಇಲ್ಮ ಸಪೋರ್ಟ್ ಹಾಕಿರ್ತೆ ಈ ಜಮಾತ್ ಬನ್ನಿ ಈ ಜಮಾತ್ ನೇತೃತ್ವ ವಹಿಸಿರೆ ಎಲ್ಲ ಸದಸ್ಯಮಾರು ಜವಾಬ್ದಾರಿ ಐತಿಗರು ಅದല്ലെങ്കിൽ ഞങ്ങളെ ടൈമു ഇത് ഞങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ട രൂപത്തെത്തു അൽഹംദുലില്ലാഹ് 2010 യുഎസ് ഹംസ ഹാജി കമ്മിറ്റി ബന്നപ്പോ തുടങ്ങി ഫുൾ ഖുർആൻ കോളേജ് സ്റ്റുഡന്റ് ഇണ്ട് മദനി ಐತೆ മദനി ബിരുദെടുത്തിട്ട് ಅದರ ಒಟ್ಟಿಗೆ ಫಸ್ಟ್ ಪಿಯು ಸೆಕೆಂಡ್ ಪಿಯು ಡಿಗ್ರಿയും ಎಂ.ಕಾಂ ಐತೆ ಇಂದು ಆ ಸ್ಟೂಡೆಂಟ್ ಇದೇ ಇಫುಲ್ ഖുർആൻ കോളേജിലെ പ്രൊഫസർ ആയിട്ടുണ്ട് ആഫിൽ സിനാൻ ഉസ്താദ് എവിടെ പഠിച്ച ചെറുക്ക അത് എവിടുത്തെ ചെറുക്ക ഈ കമ്പൗണ്ടർ അപ്പുറത്തെ ചെറുക്ക മേലങ്ങാട്ട് ചെറുക്ക കേരളത്തെ ಬಂದ ചെറുക്കല്ല തമിഴ്നാട്ടിൽ ಬಂದ ചെറുക്കല്ല ഈ മണ്ണിലെ മുട്ടത്തിൽ ಬಂದ ചെറുക്ക ഇതേ ക്യാമ്പസിൽ പഠിച്ചിട്ട് ആഫിലൈത്ത് മദനി എം.കാം ഗ്രാജുവേറ്റ് എടുത്തിട്ട് ഇണ്ട് ഇതേ കോളേജിൽ ഇഫുൽ ഖുർആൻ കോളേജിലെ പ്രൊഫസർ ആ മക്കൾക്ക് ഇഫുൽ ഒട്ടിಗೆ സ്കൂളു പടിപാട്ടുണ്ട് എന്തിരൈത്ത് ഇൻകമിങ് ಬಂತ ചിന്തിക്കൊരു ನಂಗೆ ನಂಗಲ ನಾವು ಮುಳ್ಳಿಲ್ಲ ಚೊಂತ ನಂಗೆ ಎಂದೂ ಪಲ್ಕ ಬರಿಯ ಇದು ಎಲ್ಲದಕ್ಕೂ ಆನ್ಸರ್ ಹಾಕೋನು പിർസത്തെ ഉമ്മ അബ്ബമാരോട് ചൊല്ലേ അതേപോലെ പിർസത്തെ ദഅവാ കോളേജ് പഠിക്കുന്ന മക്കളോട് ചൊല്ലുകൊള്ളേ ഒരേ ഒരു വിഷയത്തിക്ക് നിങ്ങൾ ഇന്റെ വിചാരിച്ചു തിക്കുവാറ് അബ്ബോ ഉമ്മ വിചാരിച്ചു തിക്കു നന്റെ മോനു കോളേജ് പോണു PUC പഠിക്കണു ഡിഗ്രി പഠിക്കണു PUC-ലെ 6 സബ്ജക്ട് പഠിക്കണു ಅದರ ಒಟ್ಟಿಗೆ 4 ಕಿತಾಬ್ പഠിക്കണു ಇದೆಲ್ಲ ನന്റെ മോനു പഠിക്കോ തീരുവാ ഇത്ര ಕೆಪಾಸಿಟಿ നന്റെ മോനുക്കുണ്ട പിർസത്തെ വിദ്യാർത്ഥി फिर से पोषक हमारे फिर से पेरेंट्स भाई साहब मुझे फ़ोन करते हैं मुंबई से, वेरी रिच, वेरी वेरी रिच, बट वो रो रहा है मेरे सामने फ़ोन पे कि मेरी वाइफ ने खून पी रखा है. ഞങ്ങളെ കയ്യിലുള്ളേ ഈ മൊബൈൽ ഇതിലുള്ള കപ്പാസിറ്റി എത്ര ഇതിൽ 32 GB അല്ല 30 GB അല്ല 400 RAM ആ RAM कंट्रोल तीने साथ ഈ മൊബൈൽ പിന്നെ സേവ് ആവില്ല ബട്ട് അല്ലാഹു തന്നെ മനുഷ്യ കൊടുത്ത ജിബിലി ഇത് അൺലിമിറ്റഡ് ആയിത്തിക്കറ് ഈ RAM അൺലിമിറ്റഡ് ആയിത്തിക്കറ് എത്ര വേണമെങ്കിലും സേവ് ആവൂ അതെന്തത് അത് അല്ലാഹു സൃഷ്ടിച്ചതായിത്തിക്കറ് മനുഷ്യ സൃഷ്ടി അല്ല ഇന്റെ ടിപ്പു സുൽത്താൻ കോളേജിലെ സെക്കൻഡ് PUC റിസൾട്ട് വരുമ്പോൾ ആ കോളേജിലെ ഹൈയസ്റ്റ് ടോപ്പർ ആയിത്തുള്ളേ ഹൈയസ്റ്റ് ഡിസിഷൻ എടുത്ത മക്കളുണ്ടെങ്കിൽ അത് സയ്യിദ് മദനി ദഅവാ കോളേജ് പഠിക്കുന്ന മക്കളായിത്തിക്കറ് ഈ മക്ക സുബൈ പൈത്ത് അസർത്തോൽ പഠിക്കുന്ന മക്കല്ല ഈ മക്ക
കോളേജിലെ 6 സബ്ജക്റ്റും 4 കിതാബും സുബൈ പിടിച്ച് ജാവത്തോൾ പഠിക്കുന്ന മക്കൈത്തേക്കര് എന്തുകൊണ്ട് ഈ മക്കൾക്ക് ജണ്ടും കിതാബും ധാർമ്മിക ശിക്ഷണം ലൗകിക ശിക്ഷണം പഠിക്കുന്ന മക്കൾക്ക് എന്തുകൊണ്ട് അവിടുത്തെ ടോപ്പർ സ്റ്റുഡന്റ് പറയത്ത് അവിടെ ബാക്കി മക്കളിലെ കാര്യം ലൗകിക ശിക്ഷണം മാത്രം പഠിക്കൂല മക്കൈത്തേക്കര് എന്തുകൊണ്ട് ഈ മക്കൈത്ത് ഇത് അള്ളാഹു തന്നെ വലിയ ബർക്കത്തൈത്തേക്കര് ഞങ്ങളെ മക്കൾക്ക് ഇൽമുറ ശക്തി തന്റെതും മെമ്മോറി ശക്തി തന്റെതും റബ്ബൈത്തേക്കര് ഇത് മനുഷ്യ സൃഷ്ടിച്ചേ ജീബി അല്ല മനുഷ്യ സൃഷ്ടിച്ചേ പ്രേമല്ല ഇത് അതുകൊണ്ട് ഉള്ളാള ജമാഅത്തിലെ എല്ലാ പോഷകന്മാരുടെ ചൊല്ല് നിങ്ങളെ മക്കളെ SLC പാസ്സായ സാത്ത് ദഅവാ കോളേജ് ഇടോരു ഈ ദഅവാ കോളേജ് ഇട്ടെങ്കിൽ നിങ്ങൾക്ക് 8 വർഷ ഫസ്റ്റ് PUC സെക്കൻഡ് PUC 3 വർഷ ഡിഗ്രിയും 2 വർഷത്തെ PGയും 1 വർഷത്തെ അഡിഷണൽ കോഴ്സും 8 വർഷം നിങ്ങളെ മക്ക ഗ്രാജുവേറ്റ് ആയിട്ട് അതിലൊട്ടിಗೆ മദനി ആയിട്ട് ഈ സമുദായത്തിന് പറവുണ്ട് ഇത് ഇത്ര വലിയ ഒരു അറേഞ്ച്മെന്റും കൂടല്ലാത്ത വേറെ ജാഗ നിങ്ങളെ മക്ക കിട്ടല 8 വർഷത്തിൽ നിങ്ങളെ ഉദ്ദേശിച്ച് നിങ്ങളെ മക്കൾ ചിന്തനാക്കാൻ ആവശ്യകതയില്ല നന്റെ മോൻ എവിടെ പോയാ മൈക്കാലത്ത് പോയോ മോൻ വന്ന് എത്ര ഗಂಟೆಗೆ ബൈക്ക് എടുത്ത് പോയോ എവിടെ പോയി എത്തിയാണ്ട് എത്ര മക്കളെ ബൈക്കിൽ ദൈവാട്ടി കൂട്ടി പോയാണ്ട് ചിന്തനാക്കാൻ ആവശ്യകതയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തനാക്കാൻ ആവശ്യകതയില്ല മക്ക നല്ല ദീനിയ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടുണ്ട് ഇണ്ട് മാതക തരവൈത്ത് ബലിയായിട്ട് ഞങ്ങളെ ചുറ്റുമുത്തൽ എത്ര മക്ക ബലിയായിട്ടുള്ളാറ് എത്ര മക്ക സ്വന്ത തന്റെ ഉമ്മ പെത്തിട്ട് ഒലിമ്പോ തിങ്കളെ ബൈത്തിൽ വെച്ചിട്ട് 8 വർഷം 20 വർഷം പഠിച്ച് 20 വർഷങ്ങൾ വൽക്കിട്ട് ലാസ്റ്റ് ആ മോനെ ബന്ധു തന്റെ ഉമ്മരെ കൊല്ലൊരു സ്ഥിതി നീ നോക്കിയിട്ടില്ലേ ಅದಕ್ಕೆಲ್ಲದಕ್ಕೂ ಪರಿಹಾರ ಇಟ್ಟಿದ್ದೀರಿ ಈ ದഅವಾ ಕಾಲೇಜ್ അതുകൊണ്ട് ഉള്ളാലത്തെ മുട്ടത്തുള്ള എല്ലാ ജമാഅത്തുകളുടെ ചൊല്ലുകൊള്ളേ നിങ്ങളെ മക്കൾ SSC പാസ്സായി പിന്നെ നാളെ ദഅവാ കോളേജ് അഡ്മിഷൻ ആക്കിയിട്ട് സമൂഹത്തിനും സമുദായത്തിനും പവിത്രമായ അല്ലാഹുവിന്റെ ദീനിനും ഉപകാരം കിട്ടുന്ന മക്കൾ അല്ലാഹു തആല ആക്കട്ടെ അത് എല്ലാവരും സപ്പോർട്ട് ആക്കുറച്ചൊന്തു അതേപോലെ ഈ മക്കൾക്ക് പടിപാട്ടെ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ആക്കുറച്ചൊന്തു ನನ್ನ ಪಲ್ಕನಿಗೆ ಬಾಟ್ರೆ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್ ಇದು ಹಣ ಮಾಡುವುದೊಂದೇ ಅಲ್ಲ ಶಿಕ್ಷಣ ರಂಗದಲ್ಲಿ